بسم الله الرحمن الرحيم رب زدني علما. പ്രിയമുള്ളവരെ, നിക്കാഹ് എന്ന അറബു ശബ്ദത്തിൻ്റെ ഭാഷാർത്ഥം കൂടുക, ചേരുക എന്നൊക്കെയാണ്. സംയോഗം അഥവാ ശാരീരിക ബന്ധം അനുവദനീയമാക്കുന്ന ഒരു പ്രത്യേക അഖ്ദ്, ചടങ്ങ് എന്നാണ് നിക്കാഹ് എന്നതിൻ്റെ സാങ്കേതികാർത്ഥം. ഈ അഖ്ദ് അഥവാ ചടങ്ങ് നിർവഹിക്കാൻ ചില ഘടകങ്ങൾ വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ഘടകങ്ങൾ നിക്കാഹിന് അനിവാര്യമാണ്. നമ്മുടെ ഇമ്മത്തുകൾ പഠിപ്പിക്കുന്നു, വഹിയ അർബഅത്തുൻ സൗജാനി വ വലിയുൻ വ ഷാഹിദാനി വ സ്വീഖത്തുൻ. നിക്കാഹിൻ്റെ ഘടകങ്ങൾ 4 എണ്ണമാണ്. 1 സൗജാനി, 2 ഇണകൾ അഥവാ വരനും വധുവും. 2 വലിയുൻ. 3 ഷാഹിദാനി, 2 സാക്ഷികൾ. 4 വസീഖത്തുൻ, വാചകം. അല്ലാമ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹഫ 7ാമത്തെ ഭാഗം 217 പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് നിക്കാഹിൻ്റെ അനിവാര്യ ഘടകങ്ങൾ. നിക്കാഹ് കാർമ്മികത്വത്തിന് ഖാദിയോ മറ്റോ വേണമെന്നത് നിക്കാഹിൻ്റെ സാധുതയ്ക്ക് നിർബന്ധമില്ല. കൈക്കാരനും വരനും അഥവാ വലിയും സൗജും 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നിശ്ചിത വചനങ്ങൾ ചൊല്ലിയാൽ നിക്കാഹാകും, അഖ്ദാകും. പക്ഷേ നമ്മുടെ മഹല്ല് ജമാഅത്ത് വ്യവസ്ഥിതിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പലപ്പോഴും ഖാദി അല്ലെങ്കിൽ ഖാദിയുടെ സ്ഥാനം പരിഹരിക്കുന്ന ഖതീബ്, ഇമാമ് തുടങ്ങിയവർ അനിവാര്യമായി വരികയും ചെയ്യും. വിവാഹത്തിൻ്റെ 4 ഘടകങ്ങളിൽ ഓരോന്നിനും പ്രത്യേകം നിബന്ധനകൾ വച്ചിട്ടുണ്ട്. ആ നിബന്ധനകൾ ഏതൊക്കെയാണ് എന്ന് ഹ്രസ്വമായി നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി നമുക്കെടുക്കാം വാക്യം. ഇൻകാഹ്, തസ്വീജ് എന്നീ പദങ്ങളിൽ നിന്നും പിടിക്കപ്പെട്ട പദമോ അല്ലെങ്കിൽ ഇതര ഭാഷകളിൽ അതിൻ്റെ സ്പഷ്ടമായ പരിഭാഷയായി ഉപയോഗിച്ചു വരുന്ന പദമോ ആയിരിക്കണം കൈക്കാരൻ അഥവാ വലിയ വരനോട് അഥവാ സൗജിനോട് പറയേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്താവിച്ചു, ഇത്തഖുല്ലാഹ ഫിൻ നിസാഇ ഫഇന്നകും അഖദതുമൂഹുന്ന ബി അമാനത്തില്ലാ വസ്തഹലൽതും ഫുറൂജഹുന്ന ബി കലിമത്തില്ലാ. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ പ്രത്യേകം സൂക്ഷിക്കണം. ശറഅ് എന്ന അല്ലാഹുവിൻ്റെ അമാനത്ത് കൊണ്ടാണ് നിങ്ങൾ അവരെ സ്വീകരിക്കുന്നത്. അവൻ നിശ്ചയിച്ച വാക്യം കൊണ്ടാണ് അവരുടെ ഗുഹ്യാവയവം നിങ്ങൾ ഹലാലാക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുണ്ട്. ഹദീസിലെ കലിമത്ത് എന്ന പദത്തെ ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര വിശാരദന്മാർ വിശദീകരിച്ചത് ഇൻകാഹ്, തസ്വീജ് എന്ന പദങ്ങൾ കൊണ്ടാണ്. കാരണം ഈ 2 പദങ്ങളാണ് ഖുർആനിൽ നിക്കാഹു സംബന്ധിച്ച് വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫലമ്മാ ഖളാ സൈദും മിൻഹാ വതുറാ സവ്വജ്നാകഹാ. സൂറത്തുൽ അഹ്സാബിലെ 37ാമത്തെ സൂക്തം. ഫൻകിഹൂ മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാഅ്. സൂറത്തുൻ നിസായിലെ 3ാമത്തെ സൂക്തം. വധുവിനെ തിട്ടപ്പെടുത്തുന്ന രീതിയിലാണ് കൈക്കാരൻ അഥവാ വലിയ ഈജാബിൻ്റെ വാചകം പറയേണ്ടത്. വിശേഷണങ്ങൾ പറയൽ കൊണ്ടോ ചൂണ്ടിക്കൊണ്ടോ പേരു വ്യക്തമാക്കിയോ നിജപ്പെടുത്തിയാൽ മതി. ഫാത്തിമ എന്ന പേരുള്ള മകളെയാണ് ഒരു പിതാവ് വിവാഹം ചെയ്തു കൊടുക്കുന്നതെന്ന് സങ്കല്പിക്കുക. എങ്കിൽ നിർബന്ധ ഉപാധികൾ ചേർന്ന വാക്യം കൈക്കാരൻ പറയേണ്ടത് ഇപ്രകാരമാണ്: അങ്കഹത്തുക ബിന്ദി ഫാത്തിമ. എൻ്റെ മകൾ ഫാത്തിമയെ താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു. ഇങ്ങനെയാണ് പറയേണ്ടത്. വിവാഹം ചെയ്തു കൊടുക്കപ്പെടുന്ന വധു വിശേഷണം കൊണ്ടോ ചൂണ്ടൽ കൊണ്ടോ നിജമായാൽ പേരു മാറുന്നതിന് കുഴപ്പമില്ല. ഒരാൾ 2 വരന്മാർക്ക് 2 സ്ത്രീകളെ വിവാഹം ചെയ്തു കൊടുത്തു. പക്ഷേ നിക്കാഹിൽ പേരുകൾ മാറിപ്പോയി. ഉദാഹരണത്തിന് ഫാത്തിമയുടെ സ്ഥാനത്ത് ആമിനയെന്നും ആമിനയുടെ സ്ഥാനത്ത് ഫാത്തിമ എന്നും
പറയുന്നത് പോലെ പ്രസ്തുത സ്ത്രീകളെ വിശേഷണം കൊണ്ടോ മറ്റോ നിർണിതമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ നിക്കാഹ്, പേര് മാറിപ്പോയ ഈ നിക്കാഹ് സാധുവാണ്. അഹ്ലൽ തുക ബിന്തി അഖദതുഹ ലക, എൻ്റെ മകളെ നിനക്ക് ഞാൻ അനുവദനീയമാക്കി തന്നു, അവളെ നിനക്ക് ഞാൻ കെട്ടിച്ചു തന്നു തുടങ്ങിയ കിനായത്തിൻ്റെ പദങ്ങൾ ഈജാബിൽ കൊണ്ടുവന്നാൽ മതിയാകില്ല. കാരണം കിനായത്തിൽ നിയ്യത്ത് വേണം. നിക്കാഹിൻ്റെ അനിവാര്യ ഘടകമായ സാക്ഷികൾക്ക് നിയ്യത്തിൻ്റെ മേൽ വെളിപ്പെടാൻ സാധിക്കില്ലല്ലോ. നിക്കാഹിൻ്റെ വാചകം അറബു ശബ്ദം തന്നെയായിരിക്കണമെന്ന അഭിപ്രായമുള്ളതിനാൽ അറബിയിലായിരിക്കലാണ് നല്ലത്. പരിഭാഷ കൊണ്ടുവരുമ്പോൾ പ്രസ്തുത രണ്ടു പദങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഷാർത്ഥം ഉപയോഗിച്ചാൽ മാത്രമേ നിക്കാഹ് സ്വഹീഹാവുകയുള്ളൂ. ഫതുഹുൽ മൊയ്ൻ 281 പേജിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ഒരു വലിയ എൻ്റെ മകൾ ഇന്നവളെ നിനക്ക് ഞാൻ ഭാര്യയാക്കി തന്നു എന്ന് പറഞ്ഞാൽ നിക്കാഹു സാധുവല്ല. കാരണം പ്രസ്തുത പരിഭാഷ അവ രണ്ടിൽ ഒന്നിൻ്റെ പരിഭാഷയല്ല. നിക്കാഹ്, ഇൻകാഹ്, തസ്വീജ് എന്നതിൻ്റെ പരിഭാഷയല്ല തന്നെ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ നിക്കാഹു സാധുവല്ല. ഈജാബിൽ പല ആളുകളും സവ്വജുത്തുക്കയോടൊപ്പം വ അങ്കഹത്തുക്ക എന്നു കൂട്ടി പറയാറുണ്ട്. ഇത് ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. കാരണം സവ്വജുത്തുക്ക ഫുലാനത്തൻ എന്ന കൈക്കാരൻ്റെ വാക്യത്തിനിടയിൽ വ അങ്കഹത്തുക്ക എന്ന് ചേർത്തുകൊണ്ട് വരുന്നത് നിക്കാഹിനെ അസാധുവാക്കുമെന്ന് ചില പ്രഗത്ഭ പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം നാം ഗൗരവത്തിൽ കാണേണ്ടതാണ്. കൈക്കാരൻ അഥവാ വലിയ ഈജാബിൻ്റെ വാചകം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വരൻ വാക്കാൽ തന്നെ കബൂൽ ചെയ്യണം, അഥവാ അതിനെ സ്വീകരിക്കേണ്ടതാണ്. വലിയിൻ്റെ ഈജാബിൻ്റെയും വരൻ്റെ കബൂലിൻ്റെയും വാക്കിന് ഇടയിൽ ദീർഘമായ വിട്ടുപിരിയലില്ലാതിരിക്കണമെന്നും ഇടപാടുമായി ബന്ധമില്ലാത്ത, അഖ്ദുമായി ബന്ധമില്ലാത്ത, നിക്കാഹുമായി ബന്ധമില്ലാത്ത യാതൊന്നും രണ്ടിൻ്റെയും ഇടയിൽ കൂട്ടിച്ചേർക്കാവതല്ലെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇടപാടിൽ സുന്നത്തായതോ അതിൻ്റെ മസ്ലഹത്തിൽ പെട്ടതോ അതിൽ തേടപ്പെട്ടതോ അല്ലാത്ത ഏതും അന്യപദമാണ്. അത് ഈജാബ് കബൂലിൻ്റെ നിർണിത പദങ്ങൾക്കിടയിൽ കൊണ്ടുവരാൻ പാടുള്ളതല്ല. അങ്ങനെ കൊണ്ടുവന്നാൽ അഖ്ദ്, നിക്കാഹ് എന്ന ഇടപാട് അസാധുവായി പോകും. കച്ചവട ഇടപാട് പോലെ നിക്കാഹിലും ഇത് ഷറുത്താണ് എന്ന് നമ്മുടെ ഫുഖഹാ വിവരിച്ചിട്ടുണ്ട്. അല്ലാമ ഇബ്നു ഹജ്ർ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തുഹ്ഫ 4-ാം ഭാഗം 248, 249 പേജുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടുത്തിടെ ഒരു നിക്കാഹിൽ വലിയ അഥവാ കൈക്കാരൻ ഈജാബിൻ്റെ ശേഷം വരന് കബൂലിൻ്റെ പദം പറഞ്ഞുകൊടുത്തതായി അറിയാൻ സാധിച്ചു. പ്രസ്തുത നിക്കാഹ് സാധുവാണ്, ഒരു കുഴപ്പവുമില്ല. നമ്മുടെ ഇമ്മത്തു രേഖപ്പെടുത്തുന്നു, വല ഫഖുൽ ഖബിൽതു നിക്കാഹഹ ലി അന്നഹു മിൻ മുഖ്തദൽ അഖ്ദ്. ഈജാബിൻ്റെ ശേഷം വലിയ വരനോട് ഖബിൽതു നിക്കാഹഹ എന്നു നീ പറ എന്നു പറയൽ അജ്നബിയായ പദം കൊണ്ട് ഈജാബിൻ്റെയും കബൂലിൻ്റെയും ഇടയിൽ പിരിക്കലല്ല. കാരണം അത് നിക്കാഹിൻ്റെ തേട്ടത്തിൽ പെട്ടതാണ് എന്ന് ഫതുഹുൽ മൊയ്ൻ 247 പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൈക്കാരൻ അഥവാ വലിയ ഈജാബിൻ്റെ വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ വരൻ കബൂലിൻ്റെ വാക്യം ഉച്ചരിക്കേണ്ടതുണ്ട്. ഖബിൽതു ഔ റളീതു നിക്കാഹഹ, ഞാൻ അവളുടെ നിക്കാഹ് സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു പോലത്തെ വാക്യം പറഞ്ഞുകൊണ്ടാണ് വരൻ സ്വീകരിക്കേണ്ടത്. ഖബിൽതു, അത് ഞാൻ സ്വീകരിച്ചു എന്നോ ഖബിൽതുഹ, അവളെ ഞാൻ സ്വീകരിച്ചു എന്നോ പറഞ്ഞാൽ മതിയാവുകയില്ല. അതുപോലെ തന്നെ സ്വീകർത്താവിൻ്റെ സ്വീകരണ വാക്യത്തിൽ ഖബിൽതു നിക്കാഹഹ എന്നതിൻ്റെ ഇടയിൽ മിങ്ക ചേർത്തുകൊണ്ട് ഖബിൽതു മിങ്ക നിക്കാഹഹ എന്നു പറയുന്നവരുമുണ്ടെന്ന്. ഖബിൽതു നിക്കാഹഹ എന്നാണല്ലോ കബൂലിൻ്റെ വാക്യമായി ഫുഖഹ വിവരിച്ചത്. നിങ്ങൾ പ്രസ്തുത സ്ത്രീയെ എനിക്ക് നിക്കാഹു ചെയ്തു തന്നതിനെ ഞാൻ സ്വീകരിച്ചു എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം തന്നെ. ഖബിൽതു തസ്വീജഹ എന്നതിൻ്റെ ഉദ്ദേശവും ഇതുതന്നെ. ഇതിനിടയിൽ മിങ്ക എന്ന പദത്തിൻ്റെ ആവശ്യമില്ല തന്നെ. അനാവശ്യമായ ഈ പദം കബൂലിൻ്റെ ഇടയിൽ കൊണ്ടുവന്നാൽ നിക്കാഹു അസാധുവാകുമെന്ന് പ്രഗത്ഭമതികളായ ചില പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. നമ്മുടെ ഫിഖഹിൻ്റെ കിതാബുകളിൽ ഇത്തരത്തിൽ മിൻക ചേർത്തുകൊണ്ടുള്ള വാക്യങ്ങൾ ഉദാഹരണമായി പറഞ്ഞിട്ടില്ലതാനും. അതുകൊണ്ട് പറയപ്പെട്ട രീതിയിൽ
മിങ്കയെ ഉപയോഗിക്കലാണ് വേണ്ടത്. ഇക്കാര്യവും നാം വളരെ ശ്രദ്ധയോടുകൂടെ ജാഗ്രതയോടുകൂടെ ഉൾക്കൊള്ളേണ്ട വസ്തുതയാണ്. കാര്യങ്ങൾ സത്യസന്ധമായി ഗ്രഹിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നാഥൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പരിശുദ്ധ സ്വർഗപ്രവേശവും നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മയും സുഖലോക സ്വർഗത്തിൽ മുസ്തഫായ നബിയുടെ ജിവാറിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.